തമിഴ്നാട് വനമേഖലയിൽ നിന്ന് മാറാതെ അരിക്കൊമ്പൻ. മേഘമലയ്ക്ക് സമീപത്തുള്ള തമിഴ്നാട് ഉൾവനത്തിലാണ് കൊമ്പനെ കണ്ടെത്തിയത്. ഇതോടെ തമിഴ്നാട് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. തമിഴ്നാട് സർക്കാരുമായി കൂടിയാലോചിച്ച് അരിക്കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് വിടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മേഘമലയിലേക്ക് ഇന്നും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല. അതേസമയം ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണമുണ്ടായി. ദിവസങ്ങളായി തമിഴ്നാട് വനമേഖലയിൽ തന്നെയാണ് അരിക്കൊമ്പൻ കറങ്ങി നടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ജനവാസ മേഖലയിലേക്ക് കൊമ്പൻ ഇറങ്ങിയിട്ടില്ല. സിഗ്നലുകൾ പലപ്പോഴായി തടസ്സപ്പെടുന്നത് നിരീക്ഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. കേരളം വിവരങ്ങൾ നൽകുന്നില്ലെന്ന് തമിഴ്നാട് ആക്ഷേപമുയർത്തിയിരുന്നു. സിഗ്നൽ ലഭിക്കാത്തതാണ് പ്രശ്നമെന്ന് കേരളവും വാദിക്കുന്നത്. പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിൽ മേഘമലയ്ക്ക് സമീപം തമിഴൻകാട് ഉൾവനത്തിൽ അരിക്കൊമ്പനെ കണ്ടെത്തി. ജനവാസ മേഖലയ്ക്ക് അടുത്തല്ലാത്തതിനാൽ ആശങ്കയില്ലെന്നാണ് വനപാലകർ അറിയിക്കുന്നത്. മേഘമലയിലേക്ക് ഇന്നും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല. നിരവധി സഞ്ചാരികൾ നിയന്ത്രണങ്ങളുള്ളതറിയാതെ മേഘമലയ്ക്ക് സമീപമെത്തി മടങ്ങിപ്പോകേണ്ടി വന്നു. അരിക്കൊമ്പൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടാണ് ശരിയെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നതെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വിഷയത്തിൽ തമിഴ്നാട് സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ എടുത്ത വനംവകുപ്പ് എടുത്ത തീരുമാനം ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോഴത്തെ അറിവ് മേഘമലയിലെ ഉൾക്കാടുകളിൽ അരിക്കൊമ്പനുണ്ടെന്നാണ്. ഇനിയും ആ നിരീക്ഷണം ഒട്ടും അതിൻ്റെ ഗൗരവം കുറക്കാതെ നടത്തുവാൻ തന്നെയാണ് രണ്ട് സംസ്ഥാനങ്ങളിലെയും വനം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലെ അനുഭവങ്ങൾക്ക് ശേഷം മാത്രമേ തമിഴ്നാടിന് അയൽപക്ക ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണമുണ്ടായി. സിംഗുകണ്ടം സ്വദേശി അന്തോണി രാജിന്റെ വീടിന് സമീപത്തെ ഷെഡ് കാട്ടാന തകർത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഏതാനയാണ് ആക്രമിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. ചക്കക്കൊമ്പൻ ശങ്കരപാണ്ടിമേട്ടിലായിരുന്നതിനാൽ മറ്റേതെങ്കിലും കാട്ടാനാവാനാണ് സാധ്യതയെന്നാണ് നാട്ടുകാരുടെ അനുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മലപ്പുറം എടക്കരയിൽ കുട്ടികളുടെ പന്ത് കളിക്കിടെ അതിഥിയായി എത്തി കാട്ടാന. ആനയെ കണ്ട് പേടിച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. എടക്കര ചമ്പം കൊല്ലി വനാതിർത്തിയിൽ ശനിയാഴ്ച വൈകിട്ട് 5:30 അപ്രതീക്ഷിതമായി ആന എത്തിയത്. ആന മൈതാനത്തേക്ക് നടന്നെടുക്കുമ്പോഴേക്കും കുട്ടികൾ ആനയെ കണ്ടു. ഗ്രൗണ്ടിൽ ഇറങ്ങിയ ആന ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തെ ഗോൾ പോസ്റ്റിലേക്ക് നടന്നു. ആനയെ കണ്ട് കുട്ടികൾ ബഹളം വെച്ച് ഓടുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് പ്രദേശത്തുനിന്ന് ആന